ഈ വിഷമം എന്ന് പറയുന്നത് നമുക്ക് അടിക്കടി ഉണ്ടാകുന്നൊരു വികാരമാണ് അല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിന് നമുക്കുണ്ടാകുന്ന നാച്ചുറലായിട്ടുള്ളൊരു റെസ്പോൺസാണ്. അതിപ്പോൾ നമുക്ക് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതാകാം, അല്ലെങ്കിൽ നമുക്ക് വളരെ സ്നേഹിച്ച ഒരാളിനെ നഷ്ടപ്പെടുന്നതാവാം, വിഷമമുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളാവാം. പക്ഷേ വിഷമം എന്ന് പറയുന്നത് കാലം മായ്ക്കുന്ന ഒരു മുറിവാണ്. കുറച്ച് സമയവും കുറച്ച് സെൽഫ് കെയറും ഉണ്ടെങ്കിൽ മാഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഈ വിഷമം. ഇനി ഈ വിഷമം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞും കുറയുന്നില്ലെങ്കിലോ? അതായത് കുറച്ച് ആഴ്ചകൾ, കുറച്ച് മാസങ്ങൾ, അല്ലെങ്കിൽ അതിലും കൂടുതലായി ഈ വിഷമം നീണ്ടു നിന്നാലോ? അപ്പോഴാണ് അത് നോർമൽ വിഷമത്തിലുപരി ഒരു സീരിയസ് സിറ്റുവേഷനിലേക്ക് കടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഡിപ്രഷൻ എന്നുള്ള മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ്റെ ഫസ്റ്റ് സിംറ്റം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സങ്കടം കൂടുമ്പോൾ തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നൊരു വാക്കാണല്ലേ, അയ്യോ ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്നുള്ളത്. പക്ഷേ ഈ വെറും സാധാരണ വിഷമത്തെ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാനേ സാധിക്കില്ല. കാരണം ഡിപ്രഷൻ എന്നത് വളരെ പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള, നമ്മളെല്ലാം ഓവർവെൽം ചെയ്യുന്ന ഒരു നിരാശ അല്ലെങ്കിൽ ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, അങ്ങനത്തെയൊക്കെയുള്ളൊരു ഫീലിങ്ങിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് വെറും വിഷമം മാത്രമല്ല, നമ്മുടെ വിശപ്പിനെ ബാധിക്കാം, നമ്മുടെ ഉറക്കത്തെ ബാധിക്കാം, നമുക്ക് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കാതെ വരാം. വളരെ സിമ്പിളായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടാസ്കുകൾ വരെ നമുക്ക് ചെയ്യാനുള്ള മനസ്സില്ലാതിരിക്കാം, അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ വളരെ ബുദ്ധിമുട്ടായി നമുക്ക് തോന്നാം. ഇതിനെല്ലാത്തിലും ഉപരി നമ്മൾ വളരെ ഇൻട്രസ്റ്റോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഒട്ടും അപ്പീലിംഗ് അല്ലാതെ യാതൊരു താല്പര്യവും നമുക്ക് അവയിൽ തോന്നാതെയും ഇരിക്കാം. ഈ ബുദ്ധിമുട്ടുള്ള ഇമോഷൻസിനെ തരണം ചെയ്ത് നമ്മുടെ ജീവിതം എങ്ങനെ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതിന് നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ സഹായിക്കാനും ഒരു കൗൺസിലറിന് സാധിക്കും. ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ, നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് പരിചയമുള്ളവർ ബുദ്ധിമുട്ടുന്നതായി അറിയുന്നുണ്ടെങ്കിലോ, ദയവായി അവരെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം മുന്നോട്ട് വിടുക. ഈ ഡിപ്രഷൻ എന്നത് ഒരു വല്ലാത്ത കടമ്പയാണ്. പക്ഷേ എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ അവൈലബിൾ ആണ്. നമുക്ക് ഇതിനെ ഒന്നിച്ച് തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാം. There is always hope and there is always help. Do reach out.